ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ കുട്ടി പപ്പയായിട്ടാണ്. അപ്പം ഇനി ആരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വ്ലോഗ് കാണേണ്ടതാണ്. അപ്പം എടാ, സോറി എടി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറിനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയൂ. കണ്ടോ, അങ്ങനെ ഇവനും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ ഒട്ടും വൈകിപ്പിക്കുന്നില്ല. ഈ നമ്മുടെ ഈ ഗുണ്ടുമണിയുടെ കഥ നമുക്ക് കാണണ്ടേ? അപ്പം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനത്തെ കണ്ടോ, അവൾ വായി നീക്കൊണ്ടിരിക്കുന്നുണ്ടോ? അവൾക്കറിയാം, ആ ബെൽറ്റ് ഇടുമ്പോൾ അറിയാം എങ്ങോട്ടോ പോകാനാണെന്ന്. പാവം, അതറിയുന്നില്ലല്ലോ ഹോസ്പിറ്റലിലേക്കാണെന്ന്. അങ്ങനെ അവളിങ്ങനെ വായി നീക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദേ പൊടിക്കുപ്പി വരണുണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു പൂച്ച. അതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ പൊടിക്കുപ്പി എന്ന് പേരിട്ടേക്കുന്നത്. അങ്ങനെ ഇരിക്കവേ ഇതേ അവൻ്റെ വണ്ടി വന്നു. ഞങ്ങൾ കാറിൽ കൊണ്ടുപോകാനായിരുന്നു, ബട്ട് കാറിൽ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതാകുമ്പോൾ സേഫ് ആണല്ലോ, അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ദേ ഓട്ടോ വന്നു എന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ. ഇത് ഞങ്ങളുടെ പൊടിക്കുപ്പിയുടെ അമ്മയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ വയ്യാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര തിരക്ക്. കണ്ടോ, 4-5 പേര് വെയിറ്റിങ്. അതുപോലെ ഞങ്ങളും വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് ഒരു റോഡ് വീലർ ഇതേ പോന്നു. ഞങ്ങൾ നൈസിലെ അങ്ങോട്ട് മാറി. അങ്ങനെ ഞങ്ങൾ അവനെ ഒരു പുതിയൊരു ബെഡിലേക്ക് മാറ്റി. അവന് വേണ്ടി സ്പെഷ്യൽ ബെഡൊക്കെയാണ്. പിന്നെ സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, സമയമാവും, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഡോക്ടർ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ നൈസിലെ പോയി. തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം അതേപടി ഞങ്ങളതാ വീണ്ടും വന്നു. ഭാഗ്യത്തിന് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് പോവുകയും ചെയ്തു. ഞങ്ങളെ പഴയ റൂട്ടീൻ തന്നെ വെയിറ്റ് നോക്കാൻ കയറി. ആ നോക്കുന്ന ഗ്യാപ്പിൽ ചെറുതായിട്ട് ഞാൻ അവിടെയുള്ള ഫുൾ കാര്യങ്ങളൊന്ന് ചുറ്റിയെടുക്കാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുണ്ട്. നമ്മുടെ ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുണ്ട്. അവരെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കളിക്കാൻ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ബോള്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വൈകുന്നേരക്കൊണ്ടിരിക്കുന്നുണ്ടോ, വീണ്ടും കുത്തിരിപ്പായി. പിന്നെ ഞങ്ങൾ വീണ്ടും പഴയപടി ഒന്നും നോക്കിയില്ല. തിരിച്ച് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ബെഡിലേക്ക് പോയി സ്കാൻ ചെയ്തു. അപ്പോഴും സമയമായിട്ടില്ല ദാസ എന്ന് പറയുന്ന പോലെ ഡോക്ടർ വീണ്ടും ഞങ്ങളെ പറഞ്ഞു വിട്ടു. എനിവേയ്സ് 3-ാമത്തെ ദിവസം കണ്ടാ വാശി പിടിച്ച് ഇരിക്കുന്നുണ്ടോ, കയറൂലെന്ന് എങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ തൂക്കി വലിച്ച് അവളെ വീണ്ടും അകത്ത് കയറ്റിയപ്പോഴാണ് അറിയുന്നത് ഡെലിവറിക്കുള്ള ടൈമായെന്ന്. പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്തു, നടത്തിക്കാൻ പറഞ്ഞു. നടത്തിക്കിനൊക്കെ ഒരു കഴിവ് തന്നെ. 2 റൗണ്ട് അവൾ നടന്നു, 3-ാമത്തെ റൗണ്ട് അവൾ കിടന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് വലിച്ചു തൂക്കി ഞങ്ങൾ ആ ബെഡിൽ കൊണ്ടിട്ടു. നടക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ അവിടുത്തെ ഒരു മീനിനെ കണ്ടത്. ആ മീനിനെ വായി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. 10:30-11 മണിക്കാണ് ഈ മീനിനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഗതികേട്. അങ്ങനെ അവനെ ഞങ്ങൾ ബെഡിലേക്ക് മാറ്റിയപ്പോൾ സ്കാൻ ചെയ്തപ്പോഴറിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്റ്റക്കാണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, സിസേറിയൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്യാൻ അവനെ റൂമിലോട്ട് അതാണ് അവൻ്റെ റൂം, അങ്ങോട്ട് റൂമിലോട്ട് മാറ്റി. ഒട്ടും വൈകിയില്ല, ഞങ്ങൾക്ക് ഡോക്ടർ 9 കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ പുറത്തിങ്ങി വന്നു. നല്ല കുഞ്ഞുങ്ങളായിരുന്നു, നല്ല കിടുക്കാച്ചി കുഞ്ഞുങ്ങളായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു കേടുപാടും പറ്റാത്ത ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് 9 കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോ പെട്ടിയിലാക്കുന്നത് കണ്ടു. ആ റോസ് പെട്ടിയിൽ അങ്ങനെ എല്ലാവർക്കും മരുന്നൊക്കെ കൊടുത്ത്, ആദ്യത്തെ തുള്ളി മരുന്നൊക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ പെട്ടിയിലാക്കിയായിരുന്നു അവർ. കണ്ടോ, അപ്പുറത്ത് കിടക്കുന്നുണ്ടോ, എന്ത് വിശാലമായിട്ട് കിടക്കുന്നുണ്ടോ, കണ്ടോ, ഞാൻ പ്രസവിച്ചതാണെന്ന് 9 കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നു പറയണേട്ടാ. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും പാഴ്സൽ ചെയ്ത് തള്ളയും പാഴ്സൽ ചെയ്ത് ഞങ്ങൾ 1:30-2 മണിക്ക് ഞങ്ങൾ ആശുപത്രി വിട്ടു. കണ്ടോ, ഇതാണ് ആ കുരുപ്പുകൾ. 9 കുരുപ്പുകളായിരുന്നു, 1ഉം 2ഉം അല്ല, 9 കുരുപ്പുകൾ. ടാസ്ക്കാണ് മോനെ, ടാസ്ക്. അങ്ങനെ ഞങ്ങൾ പൊട്ടുകുത്തിയവളെ ഞങ്ങൾ സെപ്പറേറ്റ് കുത്തി വെച്ചേക്കുന്നത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. എന്തെന്നറിയാം, അവൾ നല്ല ആഹാരം കഴിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ സെപ്പറേറ്റ് നോക്കി വെച്ചാൽ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഫുഡ് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ 9 കുഞ്ഞുങ്ങളെ നല്ലവണ്ണം നോക്കി ഓരോരുത്തർ ഓരോ വീട്ടിൽ പോയി. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അതിലൊരു കുരുപ്പിനെ ഞങ്ങളെടുത്തു. അതാണ് ഞാൻ മുന്നത്തെ വീഡിയോ കാണിച്ചത്, ഞങ്ങളുടെ ബെല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. എല്ലാവരും വ്ലോഗ് കണ്ട് തിരിച്ചു വന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുട്ടി കഥയായിരുന്നു. അങ്ങനെ ഇവളുടെ പേരാണ് ബെല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ
ബെല്ലക്കുട്ടിയായിട്ട് ഞങ്ങളുടെ ലൈഫ് ഇനി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു വിശിഷ്ട അതിഥികൾ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിയത്. അറ്റ് ലാസ്റ്റ് ഇവൾ മാത്രമേ നിലവിലുള്ളൂ, ബാക്കി എല്ലാവരെയും കൊടുത്തു. അപ്പം അതിൻ്റെ ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, അത് വേറൊരു കാര്യം. അപ്പം ഞങ്ങൾ അവരെല്ലാവരെയും മിസ് ചെയ്യും. ഞങ്ങൾ ആ 8 പേരെ ഞങ്ങൾ മിസ് ചെയ്യുന്നതായിരിക്കും. ഇവൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും പോയവരെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അവരെല്ലാം സുഖമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടാടാ? സോറി എടി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഈ എടാ എന്ന് വിളിച്ചേ ഇപ്പം എടിയെന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിനക്ക് ഈ ക്യാമറയിൽ നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ ബെല്ല? എനിത്തിങ് എൽസ്? നത്തിങ്. എനിവേസ്, അവൾക്കൊന്നും പറയാനില്ല. ഉണ്ടോടി? ഉണ്ടോ? അപ്പം അതാരും മറക്കരുത് അല്ലേ, നമ്മുടെ ബെല്ലക്കുട്ടി പറഞ്ഞതുപോലെ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക അല്ലേ? അല്ലേ ബെല്ല? ഇനി കൂടുതൽ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവം വഷളാവും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. See you.